നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3-4 പാദം, ചതയം, പുരുരട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ജ്യോതിഷ ഫല സാധ്യതകളാണ് നമ്മളിന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണൊരു കുംഭക്കൂറുകാരൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുക എന്നത് ചോദിച്ചാൽ, ഏതൊരു കുംഭക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ്, അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചരരാശി ഗ്രഹസ്ഥിതി കൊണ്ടാണ് നമ്മൾ ഈ ഫലം പറയുന്നത്. പ്രധാനപ്പെട്ട ചരരാശി ഗ്രഹസ്ഥിതി നോക്കിയാൽ കേതു 7-ലും ശനി 2-ലും, രാഹു ജന്മത്തിലും വ്യാഴം 5-ലും. അതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ മാർച്ച് ഏപ്രിൽ മാസത്തിലെ സ്ഥിതിയും വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ സാധ്യത പറയുന്നത്. നമുക്ക് ആദ്യം കുംഭക്കൂറുകാർക്ക് 2026 മാർച്ച് മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് മനസ്സിലാക്കുക. ഏഴരശനിയുടെ അവസാന കാലഘട്ടം തുടരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം. പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലും ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളും തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ ശത്രുതാ വർധനവുണ്ടാകാതെയും അപകടങ്ങളും വീഴ്ചകളും ഉണ്ടാവാതിരിക്കുവാനും നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇത് മാർച്ച് മാസത്തിനും ശ്രദ്ധിക്കണം, ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കണം. ഇത് ആവർത്തിച്ച് പറയേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ പറഞ്ഞു തീർക്കുന്നത്. തുടർന്ന് 2026 മാർച്ച് മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികളിൽ നിന്നുമുള്ള ധനലാഭത്തിന് കുറവ് വരുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം. കാര്യഗൗരവത്തോടുകൂടെ സമീപിക്കേണ്ട ചില വിഷയങ്ങൾ പ്രകോപനപരമായി അവസാനിക്കുന്ന തരത്തിൽ മക്കളുടെയോ ബന്ധുക്കളുടെയോ ഇടപെടൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. സാമ്പത്തിക കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ടെങ്കിലും ഒരു കടം തീർക്കുവാൻ വേണ്ടി മറ്റൊരു കടബാധ്യതയെ ആശ്രയിക്കേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പഴയ കാലത്ത് സമർപ്പിച്ചിരുന്നത് കൂടാതെ ചില പുതിയ രേഖകൾ അനുബന്ധമായിട്ട് സമർപ്പിക്കേണ്ടി വന്നേക്കാം. ആശയും നിരാശയും തമ്മിലുള്ളൊരു മത്സരം എന്നതുപോലെ ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടവും ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള കോട്ടവും സംഭവിച്ചേക്കാം. കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കുന്ന പ്രകൃതത്തിൽ നിന്നും പിന്മാറേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ട് നാളെ നമ്മളെ തകർക്കാൻ വേണ്ടി ആയുധം തയ്യാറാക്കാൻ മടിയില്ലാത്ത ചില വിഭാഗങ്ങളുമായിട്ട് ഈ കാലഘട്ടത്തിൽ ചില സൗഹൃദങ്ങളോ അടുപ്പങ്ങളോ ഉണ്ടാകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു നിരാശ അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനം മടുപ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് വകവയ്ക്കേണ്ടതില്ല. ഈ കാലഘട്ടത്തിൽ തൊഴിൽ മാറുവാൻ പറ്റിയ ഒരു ഗ്രഹസ്ഥിതി അല്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. തസ്കര സ്വഭാവം ഉള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ ധനനഷ്ടത്തിനോ മാനനഷ്ടത്തിനോ ഇടയാക്കിയേക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. കോപാധിക്യം കൊണ്ടാണെങ്കിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ട് മറ്റുള്ളവർക്ക് ഭവിക്കുമ്പോൾ അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഏർപ്പാട് ചെയ്തതാണോ ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുവാനും അതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് അലച്ചിൽ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. എങ്കിലും അല്പവരുമാനത്തിന് ഉതകുന്ന തരത്തിലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ സാധ്യത ലഭിച്ചേക്കാം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനക്കയറ്റ സ്ഥലമാറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് പരിശ്രമിക്കുമ്പോൾ പക്ഷപാതിത്വപരമായിട്ടുള്ള സമീപന ശൈലി മേലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയാനുള്ളത്. വിവാഹാദി വിഷയങ്ങളെ സംബന്ധിച്ച് വരുന്ന ആലോചനകളെക്കുറിച്ച് കൃത്യമായിട്ട് വിശദമായിട്ടൊരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് ആർക്ക് വേണ്ടിയിട്ടും ശുപാർശ ചെയ്യാനും ജാമ്യം നിൽക്കാനൊന്നും പോവാതിരിക്കുകയാണ് നല്ലത്. അഗ്നിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഒരു ജാഗ്രതയും ശ്രദ്ധയും ഈ മാസത്തിലും തുടരണം.
കുടുംബ വിഷയങ്ങളെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഏത് കാര്യത്തിനും ചാടിക്കയറി വാഗ്ദാനം കൊടുക്കുന്ന രീതി ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത്. തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ചില കാര്യങ്ങൾ വലിയ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് വിവാദങ്ങളാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക. എന്തായാലും മാർച്ച് മാസം 2026 മാർച്ച് മാസം എന്ന് പറയുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയൊന്നും വരുത്തി വയ്ക്കുന്നതല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അടുത്തത് 2026 ഏപ്രിൽ മാസം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കോപാധിക്യം വർദ്ധിക്കുവാനും അതുവഴി ചിന്താശേഷി മരവിക്കുവാനും ഇടയുണ്ട്. അതായത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനിടയാവുക, തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, കോപാധിക്യം മൂലം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവുക, നിയമവിരുദ്ധത അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം പാടെ പൂർണ്ണമായി ഒഴിവാക്കണം. കുടുംബബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ചെറിയ ചെറിയ അലോസരങ്ങൾ വരുവാനും വളരെ കാലമായിട്ടുള്ള അലോസരങ്ങളെ സംബന്ധിച്ച് മനസ്സിൽ ഒരു ഈർഷ്യ അല്ലെങ്കിൽ ഒരു വെറുപ്പ് അനുഭവപ്പെടുവാനും ഇടയുണ്ട്. മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ ഏതെങ്കിലുമൊക്കെ മാരീചൻ്റെ വേഷം കെട്ടി അടുത്ത് കൂടാനിടയുണ്ട് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പൊതുസമൂഹവുമായി സംവേദിക്കാൻ. ആരോഗ്യ വിഷയങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുകയാണ് ബുദ്ധി. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ശ്രദ്ധയും ജാഗ്രതയും ചെലുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം വാഹനങ്ങളുടെ ഉപയോഗവും ചെയ്യേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകളും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നാൽ അതിൽ നിന്നൊക്കെ സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടുന്ന ഒരു മാനസിക ബലം ആർജിച്ചു കൊള്ളണം. യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാനിടയുള്ളത് കൊണ്ട് തന്നെ വാഹന ഉപയോഗത്തിൽ ശ്രദ്ധയും ജാഗ്രതയും വേണം. വാഹന സംബന്ധമായിട്ട് അറ്റകുറ്റപ്പണികളിലൂടെ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് പോകരുത്. പോയാൽ അപമാന സാധ്യതയുണ്ട്. വിവാഹ വിഷയത്തിൽ ചെറിയ ചെറിയ കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കാം. പങ്കാളിത്ത ഏർപ്പാടുകളിൽ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു വരുമാനം ലഭിക്കണമെന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു വരുന്നതായിട്ട് തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ശാന്തമായിട്ട് സമാധാനമായിട്ട് മുൻവിധിയില്ലാതെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ചാൽ 1, 2, 3, 4 തവണ മാറി മാറി ആലോചിച്ചാൽ ഏകദേശം അത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാകുന്നതാണ്. വ്യക്തിപരവും കുടുംബപരവും ദാമ്പത്യപരവുമായിട്ടുള്ള ചില രഹസ്യങ്ങൾ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളോട് പറഞ്ഞിരിക്കുന്നതൊക്കെ പ്രതികൂലമാകേണ്ടതുള്ളത് കൊണ്ട് അവനവൻ്റെ കുടുംബത്തിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടുന്ന വിഷയങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ നേരിട്ടറിയാത്ത അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ ബോധ്യവുമില്ലാത്ത വ്യക്തികളുടെ സൗഹൃദത്തിൻ്റെ പുറത്തിൽ നമ്മളുടെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞാൽ അതൊക്കെ പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവരിൽ നമ്മളുമായിട്ടൊരു യുദ്ധം വന്നാൽ അവരതിൽ എടുത്ത് പ്രയോഗിക്കാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ചുരുക്കത്തിൽ കാലമേറെ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അത്ര അനുകൂലമല്ല. കാരണം 7 ശനി തീരുന്നതിൻ്റെ ഭാഗത്തിലൂടെ കടന്നു പോവാണ്. അതിൻ്റേതായിട്ടുള്ള ചില അല്ലറ പൊട്ടലും ചീറ്റിലൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കാൻ മാത്രമാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ആരോഗ്യ സംബന്ധമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന് പറയുന്ന രീതിയിൽ അതിനെയൊക്കെ നമ്മൾ വേണ്ട ടെസ്റ്റുകളും പരിശോധനകളൊക്കെ വേണ്ട ഇടവേളകളിൽ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകാതെ കരകയറി പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാവുന്നത്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക. അസ്തമയ ശേഷം ശാസ്താവിനെ ശിവനല്ലെങ്കിൽ നീരാജനം സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുങ്കുമാർജന, ഗുരുപുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, കടുംപായസം പോലെയുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. സർപ്പക്ഷേത്രത്തിലോ രാഹുക്ഷേത്രത്തിലോ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ഇതര മതസ്ഥരെ സംബന്ധിച്ച് അവർക്ക്
അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളും ദേവാലയ ദർശനവും എല്ലാം ഒക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ ദോഷപരിഹാരമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന നിറം, വസ്ത്രം, സമയം എന്നിവയ്ക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി നമുക്ക് ജ്യോതിഷപരമായിട്ട് നിർവചിക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.